ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ദിലീപ് നിരപരാധിയാണെന്നുള്ള കോടതി വിധി വന്നു. എന്നിട്ടും കുറേ മാധ്യമങ്ങൾക്കും തലയിൽ ഓളമില്ലാത്ത മണ്ടന്മാരായ, അതായത് സമൂഹത്തിലെ ഉന്നതിയിലുള്ള ഒരാളെ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഞരമ്പ് രോഗികളായ, കുഷ്ഠരോഗം ബാധിച്ച, തലയിൽ വെളിവില്ലാത്ത കുറേ മന്ദബുദ്ധികളായ മലയാളികൾക്കും ഇപ്പോഴും ദിലീപ് കുറ്റക്കാരൻ തന്നെയാണ്. തനി ക്ലീഷ ഡയലോഗ് തന്നെയാണ് ഇവരടിക്കുന്നത്. കാരണം എന്താണ്? ദിലീപ് പൈസ കൊടുത്തിട്ട് ജഡ്ജിയെ സ്വാധീനിച്ചു. ഈ പൾസർ സുനിക്ക് 1 കോടി 1.5 കോടി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ പൾസർ സുനി ഒറ്റി കൊടുത്തു എന്ന് പറയുന്നത് ദിലീപിനെയാണ് ഈ പറയുന്നത്. ജഡ്ജിനെയും പോലീസിനെയും എല്ലാവരെയും 50-25 കോടി കൊടുത്തിട്ട് സ്വാധീനിച്ചു എന്നാണ് പറയുന്നത് ദിലീപ്. ഇവർക്ക് കോടതിയെയും ഇന്ത്യയിലെ ഒരു കോർട്ടിനെയും വിശ്വാസമില്ല. ഇവർക്ക് വിശ്വാസമുള്ളത് 20ഓളം ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള സത്യസന്ധനും ഹരിശ്ചന്ദ്രനും ഗാന്ധിയനുമായിട്ടുള്ള പൾസർ സുനി പറയുന്നതാണ് ഇവർക്ക് വിശ്വാസം. പിന്നെ ഓരോ ചാനലിലും കോട്ടിട്ട് വരുന്ന കുറേ മണ്ടശിരോമണികളുണ്ട്. കോട്ടിട്ട് കോടതി ഇതാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കുറേ മീഡിയ ജഡ്ജിമാരുണ്ട്. അവർ പറയുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര വിശ്വാസം. പിന്നെ ഈ അന്തിച്ചർച്ചയ്ക്ക് കേസില്ലാത്ത കുറേ വക്കീലന്മാരും അല്ലെങ്കിൽ സിനിമയില്ലാത്ത കുറേ സംവിധായകന്മാരും ഒക്കെ വന്നിട്ട് കുറേ ഡയലോഗ് അടിക്കും. അവരൊക്കെ പറയുന്നതൊക്കെ അവർക്ക് വിശ്വാസം. അവർ പറയുന്നതൊക്കെ അവർക്ക് വിശ്വാസം. ഇതിലുള്ള ലോജിക്കിന് എന്ത് ലോജിക്കാണ് ഇവർ അപ്ലൈ ചെയ്യുന്നത്? നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ദിലീപിനെ എതിർ നിൽക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ചില ആൾക്കാർ മാത്രം പറയുന്നത് വിശ്വസിക്കുന്നതും ചില ആൾക്കാർ പറയുന്നത് വിശ്വസിക്കാത്തതും? ശ്രീലേഖ, പിന്നെ വേറൊരാളുണ്ടല്ല, പുള്ളിക്കാരനൊക്കെ ദിലീപ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ എന്നാൽ ശരി, നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് പൾസർ സുനി പറയുന്നത് വിശ്വസിക്കുന്നു? 20ഓളം ക്രിമിനൽ കേസുള്ള ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ 100% ഒരു ഫ്രോഡ് ആളാണെന്ന് മനസ്സിലാക്കുന്ന ഈ പൾസർ സുനി പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം. പൾസർ സുനിയുടെ വീട്ടുകാരോടും കൂട്ടുകാരോടും ചോദിച്ചു നോക്ക്. പൾസർ സുനി ഒരു 10 മിനിറ്റ് സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 സെൻറ്റൻസിൽ 5 കാര്യങ്ങൾ നുണയായിരിക്കും. അങ്ങനെയുള്ള പൾസർ സുനി പറയുന്നത് നിങ്ങൾക്ക് വേദവാക്യം. അതേസമയം അങ്ങനെ നിങ്ങൾ പൾസർ സുനി പറയുന്നത് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ 2ാം പ്രതിയായിട്ടുള്ള, അതായത് ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ പൾസർ സുനിയെ അപേക്ഷിച്ചിട്ട് എത്രയോ ബെറ്ററാണ് മാർട്ടിൻ. ഒരു ക്രിമിനൽ കേസ് പോലും അല്ലെങ്കിൽ ഒരു പോലീസ് കേസും മാർട്ടിനെതിരെ ഇല്ല. പുള്ളിയുടെ ഫാമിലി ഹിസ്റ്ററി ആണെങ്കിലും പുള്ളി ഇതുവരെ അങ്ങനെ ഒരു മോശം സാഹചര്യത്തിൽ വളർന്ന ആളോ ഒരു ക്രിമിനൽ ഹിസ്റ്ററിയോ ഇല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. നിങ്ങൾ പൾസർ സുനിയെ വിശ്വസിക്കുന്നെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി നിങ്ങൾ മാർട്ടിനെ വിശ്വസിക്കണം. മാർട്ടിൻ എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് മീഡിയ അത് ചർച്ച ചെയ്യാത്തത്? പൾസർ സുനി പറഞ്ഞ ഇത് വെച്ചിട്ട് ഒരു 150-200ഓളം ചർച്ചകൾ പല ചാനലായിട്ട് ദിലീപിനെതിരെ പല മാധ്യമങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മാർട്ടിൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മീഡിയയോടെ മുമ്പ് വെച്ചിട്ടാണ് മാർട്ടിൻ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. എത്ര ചാനലിൽ അത് പുറത്തു വിട്ടിട്ടുണ്ട്? എത്ര ചാനൽ അതിൻ്റെ പേരിൽ ഒരു അന്തിച്ചർച്ച വെച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അത് ചർച്ച ചെയ്യുന്നില്ല? പൾസർ സുനിയേക്കാളും കൂടുതൽ വിശ്വസ്തനാണ് മാർട്ടിൻ. ഈ മാർട്ടിൻ പറഞ്ഞത് ദിലീപിനെതിരെയാണ് ഗൂഢാലോചന. മഞ്ജു വാര്യറും ശ്രീകുമാറും മറ്റു പലരുമാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് മാർട്ടിൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പോലീസ് അതിൻ്റെ പിറകിൽ പോയി അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് മീഡിയ അതിൻ്റെ പിറകിൽ പോകുന്നില്ല? ഓക്കെ, അപ്പോൾ നിങ്ങൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ദിലീപിനെ എതിർ നിൽക്കുന്ന ആൾക്കാരോട്, ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയുന്ന ആൾക്കാരോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം, എന്ത് തെളിവാണ് നിങ്ങൾക്ക് ദിലീപിനെതിരെ ഉള്ളത്? 8-8.5 വർഷമായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്ത് തെളിവാണ് നിങ്ങൾക്ക് ദിലീപിനെതിരെ ഉള്ളത്? വെറുതെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ അയ്യോ ദിലീപ് കുറ്റക്കാരനാണ്, നീ അനുഭവിക്കും, അല്ലെങ്കിൽ മീഡിയയിൽ പോയിരുന്നിട്ട് അവൻ അനുഭവിക്കും എന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. തെളിവ്, എന്ത് തെളിവാണ് നിങ്ങൾക്ക് ഉള്ളത്? ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ആകെ പറയാനുള്ള തെളിവ് ക്രിമിനലായിട്ടുള്ള സത്യസന്ധതയ്ക്കുള്ള എന്ത് തെളിവാണ്? ആകുള്ള തെളിവ് പറയുന്നതാണ് സത്യസന്ധതയ്ക്കുള്ള നോബൽ സമ്മാനം നേടിയ ഗാന്ധിജിയുടെ 2ാം ഗാന്ധിജി എന്നറിയപ്പെടുന്ന ഹരിശ്ചന്ദ്രൻ്റെ മറ്റൊരു അവതാരമായിട്ടുള്ള പൾസർ സുനി പറഞ്ഞു ദിലീപ് ആണ് ഇതിൻ്റെ പിറകിൽ. അതാണ് നിങ്ങൾക്കുള്ള ഒരേ ഒരു തെളിവ്. കോടതിയിലെ വിധി പകർപ്പൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ വായിച്ചു നോക്കാം. വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കാണ്ട് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻ്റ് ഇടണം. ഞാനിങ്ങനെ ഒരുപാട് പേരോട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരോടും ഞാൻ അവരുടെ ചാനലിന് താഴെ കമൻ്റ് അടിക്കുമ്പോൾ അതിൽ റിപ്ലൈ ചെയ്തിട്ടുള്ള, ഞങ്ങൾക്കറിയാം, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ദിലീപ് പ്രതിയാണെന്ന്. ഫിലിം ഫീൽഡ് എൻ്റെ ഒരു അസിസ്റ്റൻ്റ്, എൻ്റെ ഡയറക്ടർ ഫ്രണ്ട് ഉണ്ട്, അവർ പറഞ്ഞു ദിലീപ് പ്രതിയാണെന്ന്. അവൻ പറഞ്ഞു, ഇവൻ പറഞ്ഞു, കൂട്ടുകാരൻ പറഞ്ഞു. ഇങ്ങനത്തെ ഡയലോഗല്ലാണ്ട് എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത്? ധൈര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യടോ. പിന്നെ വേറൊരുത്തൻ പറഞ്ഞിട്ടുള്ള ഡയലോഗാണ്, ഒരു തെളിവും പറയാണ്ടായപ്പോൾ വേറൊരുത്തൻ, ഒരു പോപ്പുലർ
മൂവി റിവ്യൂ ചെയ്യുന്ന ആളാണ്. ആൾ എൻ്റെ കമൻറ്റിന് റിപ്ലൈ ചെയ്ത ആൾ പറഞ്ഞതാണ്, എൻ്റെ അച്ഛൻ ആരാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എനിക്കത് DNA ടെസ്റ്റും എവിഡൻസൊന്നും ആവശ്യമില്ല. ഒരു കാര്യം പറഞ്ഞാണ്, തെളിവ് വെച്ച് പറഞ്ഞാണ്. ഇങ്ങനത്തെ ഒരു മാതിരി എന്തായി പറയാ, ഉഡായിപ്പ് ഡയലോഗുകൾ പറയാന്നല്ലാണ്ട് ഒരു തെളിവും ഇവർക്ക് പറയാനില്ല. എന്നാൽ നിങ്ങൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടൊന്ന് മുട്ടി വെക്കുക. അവരുണ്ടല്ലേ, എവിഡൻസ് ഫാക്റ്റ് അടക്കം നിങ്ങളെ കൊന്ന് കൊല വിളിച്ച് തരും. അവർ പറയുന്നതൊക്കെ അടിസ്ഥാനമാണ്, ഫാക്റ്റാണ്. ഇന്ന് ഈ ന്യൂസ് പേപ്പറിൽ കോടതി വിധി എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്ക്. അതിൽ പല കാര്യങ്ങളും പോലീസ് മീഡിയാസിന് മുമ്പിലൊക്കെ വന്നിട്ട് പ്രോസിക്യൂഷനൊക്കെ വെറുതെ ചാനലിൽ വന്നിട്ട് ഡയലോഗ് അടിക്കാൻ ആർക്കും പറ്റും. വെറുതെ ഡയലോഗ് അടിക്കുന്ന ഒരു തേങ്ങ അവിടെ കോടതി കൊണ്ട് കൊടുത്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ഈ മനോരമയിൽ വന്നിട്ടുള്ള ന്യൂസ് കോടതി പകർപ്പ് ഞാൻ വേണമെങ്കിൽ ഇതിൽ സ്ക്രീൻഷോട്ട് വയ്ക്കാം, പോയി വായിച്ചു നോക്ക്. ഈ പ്രോസിക്യൂഷൻ പോലീസും വെറുതെ വന്ന് മീഡിയാസിന് മറ്റേ മുമ്പിൽ ഒന്ന് ഡയലോഗ് അടിക്കും. ഒരു തേങ്ങയും അവിടെ നടന്നിട്ടില്ല, ഒരു എവിഡൻസും ഒന്നുമില്ല. എവിഡൻസ് എവിടെ നിന്ന് കിട്ടാൻ? ഇല്ലാത്ത എവിഡൻസ് സംഘടിക്കാൻ പറ്റുള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ ദിലീപിനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളൊരു 2 മിനിറ്റ് വെറുതെ ഇരുന്നിട്ട് ഒന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരു ന്യൂട്രലായിട്ട് നിന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്തിനാണ് ദിലീപിനെ കുറ്റപ്പെടുത്തുന്നത്? എന്ത് എവിഡൻസാണ് എനിക്ക് ദിലീപിനെതിരെ ഉള്ളത്? എന്നിട്ട് ഉത്തരം കിട്ടുന്നെങ്കിൽ മാത്രം നിങ്ങൾ ദിലീപിനെ എതിര് നിൽക്കുക. അല്ലെങ്കിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷേ വെറുതെ ഇങ്ങനെ ക്രൂശിക്കല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടെന്ന് നിങ്ങൾ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ പറയാം. അല്ലാണ്ട് വെറുതെ ക്ലീഷേ ഡയലോഗ് അടിക്കാണ്ട് സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക.